പിന്നെ ഇവിടെ ഇന്നലെ പ്രസംഗിച്ചു, എവിടെ ശംശീറിനെ കാണുന്നില്ല, എന്റെ ബഹുമാന്യ ചെയ്തു. ലീഗ് ന്യൂനപക്ഷങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ലാന്ന്. പൊന്നാര ശംശീറെ, ആ കമ്മ്യൂണിസ്റ്റ് ചരിത്രം എടുത്തിട്ട് 2.25 കോടി ജനങ്ങളില്ല, മുസ്ലിങ്ങളില്ല, ബംഗാളിലെ മുസ്ലിങ്ങള് 38 കൊല്ലമായിട്ട് ബംഗാൾ ഭരിച്ചിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് എന്തേ കൊടുത്തത്? അവിടെ നിങ്ങളെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ, മാതൃഭൂമിയിലും ലീലാമ എഴുതിയ റിപ്പോർട്ടിലുണ്ട് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി. എന്താണ്? എവിടെയാണോ ഒരു റോഡ് താറിട്ട് അവസാനിക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് വികസനം നടക്കാത്ത പ്രദേശമുണ്ടെങ്കിൽ അത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സ്ഥലങ്ങളാണെന്ന് അവർ പറയുന്നുണ്ട്. എന്തേ ബംഗാളിൽ പോയത്? 38 കൊല്ലമായിട്ട് അവിടെ നിങ്ങൾക്ക് ന്യൂനപക്ഷ പ്രേമല്ലേരോ? നേരെ മറിച്ച് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഈ കേരളത്തിൽ ഇല്ല നേട്ടങ്ങൾ നിങ്ങൾ നോക്കണം. അവിടുത്തെ മുസ്ലിങ്ങളെ, അവിടുത്തെ അമീർ ഇസ്ലാമും കമറുൽ ഇസ്ലാമും ഒക്കെ കൂടി ഇങ്ങോട്ട് വരികയാണ്. ഓരെല്ലാ ആവശ്യത്തിലും എല്ലാവരും ഇങ്ങോട്ട് വരികയാണ്. എന്താ വലിയ മെച്ചമാണ് അത്? ഇവിടെ നടന്നാല് എല്ലാ കാര്യങ്ങളും നടക്കും. അതുകൊണ്ട് പോകുന്നത്. പിന്നെ നിങ്ങൾ നേട്ടങ്ങൾ പറഞ്ഞ എവിടെ? നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ ഇവിടെ പറഞ്ഞു ന്യൂനപക്ഷങ്ങൾക്ക്. ഞാൻ ചോദിക്കണം, ഞങ്ങളെ കാലഘട്ടത്തിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന മതപണ്ഡിതന്മാർക്ക് പെൻഷൻ കൊടുത്തപ്പോ അതിന് മുല്ലാ മുക്രി പെൻഷൻ നടക്കാണ്ട് അതിനെ നാട് നിങ്ങളെ എതിർത്ത് ഒരു വർഗീയ ചേഞ്ചിന് ഉണ്ടാക്കിയത് ഇടതുപക്ഷക്കാരാണ്, ഞങ്ങളല്ല. 1985. പിന്നെ ഇവിടെ ഇന്നലെ മന്ത്രി ജലീല് പറഞ്ഞു വഖഫ് ബോർഡ്. ഈ വഖഫ് ബോർഡ് ഇന്നലെ തുടങ്ങിയല്ല. വഖഫ് ബോർഡ് മഹാനായ CH മുഹമ്മദ് ഖായ സാഹിബും ഔക്കാദുകുട്ടി നായ സാഹിബും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സുന്ദരേശൻ കമ്മീഷൻ പറഞ്ഞു ജലീലിന്റെ കുഞ്ഞാലി സാഹിബിന്റെ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. 2003 PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് കേരളത്തിന്റെ വഖഫ് ബോർഡ് മന്ത്രി. ആ കാലത്താണ് റവന്യൂ സെക്രട്ടറി സുന്ദരേശനെ അതിന്റെ കമ്മീഷനെ സെക്രട്ടറിയായിട്ട് വെക്കുന്നത്. അന്നില്ല ആ റിപ്പോർട്ട് അടിച്ചാൽ ആ ഗവൺമെന്റാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇപ്പൊ ഒരു 100 വീട് കൊടുക്കണേ ഇബിജുവാന്റെ പേരും പറഞ്ഞു കിടന്നാണ് നടക്കുക. 100 വീട് എടുക്കണം, ആരെങ്കിലും പേര് ഞങ്ങളെങ്ങനെ മാറിയുണ്ട്. ഞങ്ങളൊക്കെ കുറച്ച് ക്വാളിറ്റി ആൾക്കാരാ. അപ്പൊ അതിനനുസരിച്ച് നിലവാരം ഞങ്ങൾക്കുണ്ടോ? ഞങ്ങൾ ഈ പേരും കാര്യങ്ങളും വെച്ചിട്ടാണ് നടക്കൂല. അല്ലാതെ അതും ചില വിളിച്ചു പറയാം. അങ്ങനെ ഞങ്ങള് ആണെങ്കിൽ ഞങ്ങൾക്ക് അത്ര ആൾക്ക് ഞങ്ങൾക്ക് സേതത്രയോ ബാബയെ തങ്ങളുടെ പേര് ചൂടിനോ, ഷിയാർ തങ്ങളുടെ പേരൊക്കെ ചൂടിനോ. പിന്നെ ജലീലും CH എവിടെ കിടക്കുന്നത്? അനങ്ങാ പറയും CH ഏതാ മുതൽ? അത് മുത്ത തങ്കക്കൂട. ഇത് ജലീൽ എവിടെയാ? ജലീലിന്റെ 3ാമത്തെ സത്രം അത് അറിയങ്ങള്. അത് നിങ്ങൾ മനസ്സിലായിക്കോളി. 3ാമത്തെ സത്രം. 1 സിമി, 2 ലീഗ്, 3 നിങ്ങള്, ഈ 4ാമത്തെ BJP സത്രയും കാണും. നമ്മൾ എവിടെയാ മെച്ചപ്പെട്ട് അങ്ങോട്ട് പോകും. ഞാൻ കേൾക്കണേ ശംശീറെ, പ്രദീപ്, ഇങ്ങളൊക്കെ പെറ്റുകൂടെ കമ്മ്യൂണിസ്റ്റാ. ഇങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ട ബന്ധു കൂടിയൊക്കെ കൊടുക്കണേ. ഇരിക്കതാ സങ്കടം, ഇരിക്കതാ സങ്കടം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഇപ്പൊ താടി അത് മൂപ്പരെന്തിനാ എത്ര CV ഇബ്രാഹിം എന്താ പറഞ്ഞത്? ഒരു പോലീസുകാർക്ക് ഇങ്ങനെ താടിച്ചത് എന്താ? ജലീലിന്റെ ഓൺ ഫാദറും ഗോഡ് ഫാദറും താടിയാണ്. അത് ഓൺ ഫാദർ മനസ്സിലായില്ലേ? മലയാളം ഗോഡ് ഫാദർ അത് മനസ്സിലായില്ലേ? അപ്പൊ അത് 2 താടിയൊക്കെ ഉണ്ട്. അത് ഓൺ ഫാദർ സ്വന്തം പാപ്പ, മറ്റേ ഗോഡ് ഫാദർ പറഞ്ഞ ഉപദേശം നടക്കുന്ന മതം പുതിയ ഒരു നബി ഉണ്ടല്ലോ, അയാളും കൂടി. അത് നമ്മുടെ AP കാതപുരം അതൊക്കെ മുസ്ലിംകാര്. സർ എന്താ സർ പോയിന്റ്? ഇതിന്റെ സമയം തന്നെ തരും സർ. സർ 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 ഗോഡ് സർ 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 കുഴപ്പമില്ല സർ. സർ എന്റെ കുഴപ്പമില്ല. എന്റെ സമയം തന്നെ തരും. സമയക്കില്ല. എന്റെ സമയം തന്നെ തരും സർ. സർ സർ ഞാൻ പറഞ്ഞ സർ 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 മലയാളത്തില് സർ ഇംഗ്ലീഷില് ഫാദർ എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ ഫാദർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണെങ്കിൽ വാപ്പ എന്ന് പറയും, ക്രിസ്ത്യാനികളാണെങ്കിൽ പറയും. ആ അർത്ഥത്തിലാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ആരെങ്കിലും അത് പഠിപ്പിച്ചോളൂ. എന്റെ വാപ്പാണ് ഞാൻ വാപ്പ എന്ന് പറയുള്ളൂ. അതിന് ഇംഗ്ലീഷാണ് ഹൂസ് ഫാദർ എന്ന് വെച്ചാൽ അതിന് എന്താണ് അത് ഇംഗ്ലീഷ്. അത് മനസ്സിലാക്കട്ടെ. നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു കാര്യം മനസ്സിലാക്കിക്കോളി. അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത സമൂഹത്തിന്റെ വിലക്ക് ഒരു പോയിന്റിൽ ഒരു ഓർഡറും ചെയ്ത് എനിക്ക് സമയം തരൂ. പണ്ഡിതനാണ് AP അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹത്തെ സംബന്ധിച്ച് അനാവശ്യമായ പരാമർശം നടത്തിയ സഭയിൽ നീക്കം ചെയ്യണം സർ. സർ 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 ഇതിന് സർ അതൊക്കെ ഈ വിവരമില്ലാത്ത വക്കീലന്മാർ പലതും പറയാം. അതൊന്നും ഇപ്പൊ നോക്കണ്ട. പിന്നെ അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത ഒരു സമൂഹത്തിന്റെ വിരത്തുമ്പിൽ കമ്പ്യൂട്ടറിന്റെ ബോക്സ് നൽകുകയും ഉന്നത വിദ്യാഭ്യാസ സർ സർ അങ്ങനെ വക്കീലന്മാർ ന്യായീകരിക്കണ്ട. കോടി ഭാഗം വക്കീലന്മാരുണ്ട്. സർ ഒരാളെ മാത്രമേ ഉള്ളൂ സർ. പ്ലീസ് സർ സർ
വിഷയത്തിൽ എന്താ സാർ ഇത്? ഒരു കാര്യം ഞാൻ പറയട്ടോ, ഒരു കാര്യം ഞാൻ പറയാം. ഒരു ഒറ്റ കുട്ടി പ്രസംഗിക്കൂലായിരുന്നു മര്യാദക്കും തൊഴിലാണ്. സാർ സാർ ആ കാര്യം ആ പെണ്ണുങ്ങളോടാണ് വേണ്ടി. സാർ 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 ലീഗ് എന്ന് പറയുന്നത് സാർ ഇവിടെ ഇന്നലെ പറഞ്ഞു ലീഗിനെ കൊണ്ട് നേട്ടമില്ല. വിദ്യാഭ്യാസമില്ലാത്ത സമൂഹത്തിന്റെ മുമ്പിൽ കമ്പ്യൂട്ടറിന്റെ മൗസിൽ കയറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളത്തിന്റെ IT മന്ത്രിയാണ്. മനസ്സിലാക്കണം, ഉന്നത വിദ്യാഭ്യാസ ശ്രേണിയിലേക്ക് പാവങ്ങളിൽ പാവങ്ങളായ ജനസമൂഹത്തെ കൈപ്പിടിച്ച് ഉയർത്തിയത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അതിന് സംഘടന പിന്തുണ നൽകിയത് കോൺഗ്രസ് എന്ന പാർട്ടിയാണ്. അവിടെ മനസ്സിലാക്കണം. പിന്നെ